ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പ്രതാപേട്ടന ജീവന. അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കരുതെന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും ഓർമ്മകളൊന്ന് വേട്ടയാടുക. പ്രതാപേട്ടന്റെ ഉള്ളിലേക്ക് സംശയരോഗം എന്ന ഭൂതങ്ങളെ കുടം തുറന്നു വിട്ടത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ് തന്നെയാ. എന്നെ എന്റെ ഭർത്താവിൽ നിന്നും മകളിൽ നിന്നും അകറ്റേണ്ടത് അവരുടെ അജണ്ടയായിരുന്നു. മോനെ, പത്മാവതി മാഡത്തെ കണ്ട കാര്യം തൽക്കാലം രഹസ്യമായിട്ടിരിക്കട്ടെ മോനെ. പിന്നെ ഇതൊരു കാരണവശാലും വർമ്മ സാർ ഇപ്പൊ അറിയരുത്. പക്ഷേ അറിയണം പിന്നീട്. അവര് തമ്മിലുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും മാറാൻ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യണം. അത് വളരെ ബുദ്ധിപൂർവമായിരിക്കണം. കാരണം അവരെ അത്രയ്ക്ക് നിത്യശത്രുക്കളാക്കാൻ ഇതിനിടയിൽ കിടന്ന് കളിച്ചവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ. മനസ്സിലാക്കണോടാ. നിനക്കേ ഇനി വർമ്മ സാറിനെയും പത്മാവതി മാഡത്തെയും ഒരുമിപ്പിക്കാൻ പറ്റൂ. പിന്നെ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. നീയും ഋതുമോളും തമ്മിലുള്ള പിണക്കം എത്രയും പെട്ടെന്ന് തീർത്തേ പറ്റൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരസ്പരം പറഞ്ഞ് പരിഹരിക്കണോടാ. ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട് അച്ഛാ. എടാ, ശ്രമിക്കണം. ചരിത്രം ആവർത്തിക്കാൻ ഇടവരരുത്. ചില കാര്യങ്ങൾ കാണുമ്പോ എനിക്കും പേടി തോന്നുക. പത്മാവതി മാഡത്തിന്റെയും വർമ്മ സാറിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരരുത്. അവരുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചവര് ഇപ്പോഴും ശക്തരായി തന്നെ ജീവിച്ചിരിക്കുക. അവര് നിങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റുമോ? അതുകൊണ്ട് മോളുടെ മുമ്പില് നീ നിന്റെ ഹൃദയം തുറക്കണം. എടാ, അതൊരു പാവം കുഞ്ഞാടാ. അതിനെല്ലാം മനസ്സിലായിക്കോളും. പിന്നെ മറ്റൊരു കാര്യം കൂടി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതുവരെ പത്മാവതി മാഡം വർമ്മ സാറിന്റെ മുമ്പിലോ ആ വീട്ടിലെ മറ്റാരുടെയും കണ്ണിലോ പെടാൻ പാടില്ല. ഋതുമോൾക്ക് അവളുടെ അച്ഛനെ പോലെ തന്നെ അവളുടെ അമ്മയും വേണം. എടാ, പത്മാവതി മാഡം വർമ്മ സാറിന്റെ വീട്ടിലെ ചിലരുടെ കണ്ണിൽപ്പെട്ട അവര് ഋതുമോളുടെ അമ്മയെ കൊന്നുകളയും. അതിൽ യാതൊരു സംശയവും വേണ്ട. ആളെ മനസ്സിലായില്ലോ? മനസ്സിലായ അച്ഛാ. പ്രതാപേട്ടൻ പറഞ്ഞ ശരിയാ. നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടും. ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ ഓരോ പ്ലാൻ ഉണ്ട്. പ്രതാപേട്ടന ജീവന.
അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കരുതെന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും ഓർമ്മകളൊന്ന് വേട്ടയാടുക. Enemies ahead. Enemy down. I got supplies. എന്തോന്നാടാ ഇത്? കണ്ടില്ലേ? Let's go. നീ ഗെയിം കളിക്കുവല്ലേ? ഇങ്ങോട്ട് താടാ. അമ്മേ, എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ടേ അമ്മേ? എന്താ അമ്മേ ഇത്? നേരം വെളുത്ത വൈകുന്നത് വരെ അമ്മയുടെ ശത്രുക്കളെ കൊല്ലാനും തിന്നാനും ഞാൻ വേണം. ഓരോ കാര്യങ്ങളും കഴിഞ്ഞ് തിരികെ വന്ന് കേറുമ്പോ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? രണ്ടെണ്ണം അടിക്കാന്ന് വെച്ചാ അതിനും സമ്മതിക്കില്ല. അതൊന്നും വേണ്ട. അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരാ. നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും ഈ ഇടയായിട്ട് ഒന്നും സക്സസ് ആവുന്നില്ലല്ലോ. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? എടാ, നമ്മുടെ എന്നത്തെയും പ്രശ്നം ആ ഋതികയാ. അവളും അവളുടെ ഭർത്താവ് രാജുവും നമ്മുടെ നിത്യശത്രുക്കളാ. ഞാൻ പലവട്ടം പറഞ്ഞ ബോംബെന്ന് ഗുണ്ടകളെ വരുത്താന്ന്, അവളെ അങ്ങ് തീർത്തേക്കാന്ന്. അതൊക്കെ കൈവിട്ട കളിയാ. പിടി വീഴാൻ എളുപ്പമാ. കേരള പോലീസേ മണ്ടന്മാരൊന്നുമല്ല. പിന്നെ എന്ത് ചെയ്യണം? ആ സജിയില്ലേ, അവനിപ്പൊ ജയിലിലായതുകൊണ്ടാ. അവനാണെങ്കിൽ നമ്മളെ ഒറ്റില്ല. ആ, അത് ശരിയാ. കാശ് കൊടുത്താ മതി. കൊലക്കുറ്റം വരെ അവ ഏറ്റെടുത്തോളൂ. എടാ, ഇപ്പൊ നമ്മുടെ കണ്ണുകൾ ചെല്ലേണ്ടതേ അമ്മയെ തിരഞ്ഞിറങ്ങിയ മകളുടെ പിന്നാലെയാ. പത്നിയും മകളും തമ്മിൽ കണ്ടുമുട്ടിയ പിന്നെ നമ്മുടെ കഷ്ടകാലം ആരംഭിക്കും. എങ്ങനെ? എടാ, പത്മയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കഥകളും അവള് മകളായ ഋതികയോട് പറയില്ലേ? ഋതിക അറിഞ്ഞ അവളത് രാജുവിനോട് പറയില്ലേ? ആ, പിന്നെ അവര് വെറുതെ ഇരിക്കോ? എന്തിനും മടിക്കാത്ത ആളാ ആ ഋതിക. അവള് പിന്നെ എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയും. അവന്റെ ജീവിതം തകർത്തതിന് പിന്നിൽ ഞാനാണെന്നറിഞ്ഞ പ്രതാപൻ എന്നെയും നിന്നെയും ഇവിടുന്ന് അടിച്ചിറക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, അമ്മ മകളെ കണ്ടുപിടിച്ച അമ്മയെ ആദ്യം തീർക്കണം. അത് ആ സജിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാ മതി. തൽക്കാലം മകളുടെ കേസ് അവധിക്ക് വെക്കാം. അല്ല, ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഈ പ്രതാപവർമ്മയും പത്മാവതിയും അകറ്റാൻ അമ്മ എന്ത് മന്ത്രവാദം നടത്തിയേ?